മധുര നമ്പരക്കാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത് അമ്മാവനെ വീട്ടിലൊന്നും കാണാതെ ഹരി എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുവാണ്. പലരോടും അമ്മാവനെ കണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആരും കണ്ടതായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് നടക്കുവാണ് കേട്ടോ. ഇതേസമയം അമ്മാവനാണെങ്കിൽ പാലത്തിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ചടാനായിട്ട് നിൽക്കുമായിരിക്കും. ആ കൃത്യസമയത്ത് തന്നെ ഹരി അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും അമ്മാവനെ തടഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് ഹരി ചോദിക്കണേ, എന്താ അമ്മാവ, എന്തായി കാണിക്കാൻ പോകുന്നത്? അമ്മാവൻ ജീവിതം അവസാനിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളും തീരുമോ? എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ എൻ്റെ അമ്മാവൻ മാത്രമല്ലേ ഉള്ളൂ. അന്നേരം അമ്മാവൻ പറയണേ, എടാ മോനെ, ഞാനിനി എങ്ങനെ ജീവിക്കാനാ? നാളെ നാട്ടുകാരെല്ലാവരും സത്യം തിരിച്ചറിയില്ലേ? പിന്നീട് പേഴ്ചയുടെ അച്ഛനെന്നല്ലേ എന്നെ പറയൂ. എനിക്കതൊന്നും കേട്ട് സഹിക്കാൻ വയ്യ മോനെ. എല്ലാം തകർന്നില്ലേ? ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് എന്തിനാ? അന്നേരം ഹരി പറയണേ, അതിന് അമ്മാവൻ മരിച്ചതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അമ്മാവൻ മരിക്കാൻ പാടില്ല, വീണെ മരിക്കരുത്. അവളുടെ കുഞ്ഞും ഒരു കുഴപ്പമില്ലാതെ ജനിക്കണം. പക്ഷേ വീണൊരു പാവമാണ്, അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ എന്നെക്കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വീണയുടെ കഴുത്തി ഞാൻ താലി കെട്ടിക്കോളാം. അത് കേൾക്കുന്നതും അമ്മാവൻ ഞെട്ടനെ, മോനെ നീ എന്തൊക്കെയാ പറയുന്നത്? അതേ അമ്മാവ, അവളെ ഞാൻ പെങ്ങളെപ്പോലെയാണ് കണ്ടത്. അത് ഈ നാട്ടിലുള്ളവർക്കും അറിയാം. അവളോട് ഈ അപമര്യാദയായിട്ട് പെരുമാറിയത് ഞാൻ തന്നെയാണെന്ന് അവരെല്ലാവരും വിചാരിച്ചോട്ടെ. അന്നേരം അമ്മാവനത് സമ്മതിക്കുന്നില്ല കേട്ടോ. വേണ്ട മോനെ, ഈ നാട്ടിലുള്ളവരെല്ലാം നിന്നെ എത്ര ബഹുമാനത്തോടെ കാണുന്നത്. ഇല്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല. അന്നേരം ഹരി പറയണേ, അതൊന്നും സാരമില്ല മാവ, ഈ നാട്ടിലുള്ള എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞോട്ടെ. ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തോണെന്ന് പറഞ്ഞ് കളിയാക്കിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. എന്നാലും അത് വേണ്ട മോനെ, അതിലും നല്ലത് അവൾ എവിടെയെങ്കിലും പോയി ചാവുന്നതാ. ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്നാൽ ഹരി അമ്മാവനെ കൊണ്ട് സമ്മതിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ജീവൻ്റെ വീട്ടിലെ കല്യാണ ഒരുക്കങ്ങളൊക്കെയാണ്. ഈ സമയം ജീവനാണെങ്കിൽ വല്ലാത്ത ടെൻഷനാണ്. സാറ വന്നോന്ന് ജ്യോതിയോട് ചോദിക്കുന്നുണ്ട്. ഇല്ലാന്ന് ജ്യോതി പറയുക. എന്നിട്ട് പറയണേ, കണ്ടാൽ നിങ്ങൾ രണ്ടാളും കീരിയും പാമ്പുക, പക്ഷേ രണ്ടാൾക്കും ഇടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുകൊണ്ടല്ലേ ഏട്ടൻ്റെ ജീവിതത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് സാറേച്ചിയെ കാണാതായപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നീട് ജീവൻ ടെൻഷനോട് കൂടി പുറത്ത് വന്ന് നിൽക്കുമായിരിക്കും. അന്നേരം ശരവണൻ, എന്തിനാ സാറേ ടെൻഷൻ, കല്യാണമൊക്കെ നടക്കാൻ പോകുമല്ലേ എന്ന് പറയുവാണ്. അന്നേരം ജീവൻ പറയണേ, ആ സാറേ ശ്രുതിയും കൂടി വിവാഹം മുടക്കാനായിട്ട് അവസാന നിമിഷം വരെ എന്തെങ്കിലും കളി കളിക്കും. അതോർത്തിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അന്നേരം ശരവണൻ പറയണേ, സാറ് പേടിക്കണ്ട, സാറ് നിത്യ മാഡത്തിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാ, എന്തൊക്കെ തന്നെ വന്നാലും നിങ്ങളുടെ വിവാഹം ഞാൻ തന്നെ മുൻകൈ എടുത്ത് നടത്തും. അവിടെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാമെന്നാ അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം സാറേ. നമ്മുടെ അടുത്തും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഈ സമയം ജീവൻ പറയണേ, ശരവണ, എന്താണെങ്കിലും നിൻ്റെ ഒരു കണ്ണ് എല്ലായിടത്തും വേണം. എനിക്കെല്ലായിടത്തും ഓടിയെത്താൻ പറ്റിയൊന്നും വരില്ല. സാറ് ധൈര്യമായിട്ടിരിക്കുക, ഈ കല്യാണം ഇന്ന് ശുഭമായിട്ട് തന്നെ നടക്കും. ഈ സമയത്ത് തന്നെ ജീവൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്. എന്താടാ നിനക്കൊരു ടെൻഷൻ പോലെ? അന്നേരം ശരവണം പറയണേ, കല്യാണമൊക്കെ അല്ലേ സാറേ, അതിൻ്റെ ടെൻഷനായിരിക്കും. പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ വീടാണ്. നിത്യം അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം അവിടെ വിമല് നിത്യേനെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അത് കാണുന്ന നളിനി ചോദിക്കണേ, എന്താടാ നീ എന്താ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അന്നേരം വിമല് പറയണേ, ഞാൻ എൻ്റെ നിത്യയെ നോക്കുമായിരുന്നു. ഇന്ന് അവളുടെ കഴുത്തി ഞാൻ തന്നെയാണല്ലോ താലി കെട്ടേണ്ടത്, പിന്നെ അവൾ എൻ്റെ പെണ്ണല്ലേ. അന്നേരം നളിനി പറഞ്ഞേ, ഷോ ഒന്ന് പതുക്കെ, ഇതാരെങ്കിലും കേട്ടാലേ നമ്മുടെ പ്ലാൻ മൊത്തം പാളും. നീ കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങണ്ട, അങ്ങോട്ടേക്ക് ചെല്ല്. ഈ സമയം സദാനന്ദൻ അങ്ങോട്ടേക്ക് വരിക. എന്താ നളിനി, ഇനി ശിവാനന്ദനൊപ്പനെ നീയും കല്യാണം മുടക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണോ? അയ്യോ ഏട്ടാ, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ശിവാനന്ദൻ്റെ കൂടെ ഞാൻ ഇവിടുന്ന് പോയില്ലേ. എനിക്ക് ഈ വിവാഹം ഭംഗിയായിട്ട് നടക്കണമെന്നേ ഉള്ളൂ. പിന്നീട് സദാനന്ദൻ പുറത്തുപോയി എല്ലാവരെയും വിശേഷമൊക്കെ ചോദിക്കുകയും അങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുമായിരിക്കും. ഈ സമയം വണ്ടിക്ക് ശിവാനന്ദൻ ഇവിടെ എത്തുന്നുണ്ട്. അന്നേരം ശിവാനന്ദൻ വീണ്ടും സദാനന്ദനെ വെല്ലുവിളിക്കുക. ഈ വിവാഹം എന്താണെങ്കിലും നടക്കാൻ പോകുന്നില്ല. അന്നേരം ഏട്ടൻ എല്ലാ സത്യങ്ങളും മനസ്സിലാകും. ആ ജീവൻ ആരാണെന്നൊക്കെ ഏട്ടൻ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ സമയം പുറത്തേക്ക് കിടന്ന നിത്യ ശിവാനന്ദനെ കാണുമ്പോൾ ഇളച്ചനെ സുധീനെയൊക്കെ കൂട്ടി എൻ്റെ വിവാഹത്തിന് എത്തണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും അച്ഛൻ പറയണേ, ഇവനെന്താണെങ്കിലും എത്തും, പക്ഷേ അത് നിൻ്റെ വിവാഹം മംഗളമായിട്ട് നടത്താനല്ല, അത് മുടക്കാനാ. അന്നേരം ശിവാനന്ദൻ പറയണേ, മോളെ, നിൻ്റെ ഒരു വിവാഹത്തിൽ നിന്നെ എനിക്ക് അനുഗ്രഹിക്കണമെന്നുണ്ട്, പക്ഷേ ഈ വിവാഹം അത് നിനക്ക് നല്ലതിനല്ല, അതുകൊണ്ട് എനിക്കതിന് അംഗീകരിക്കാൻ പറ്റില്ല മോളെ. അങ്ങനെ പറഞ്ഞ് ശിവാനന്ദനും അവിടെ നിന്ന് പോകുവാണ്. അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടത്തോടെ നിൽക്കുവാണ് കേട്ടോ നിത്യ. പിന്നീട് കാണിക്കുന്നത് വിവാഹൊരുക്കങ്ങളൊക്കെ നടത്തുന്ന വേണുവിൻ്റെ വീടാണ്. അങ്ങനെ അവരെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമായിരിക്കും. ഈ സമയത്താണ് അമ്മാവനും ഹരിയും കൂടി അവിടെ എത്തുന്നത്. അന്നേരം വേണുവിൻ്റെ അമ്മ ചോദിക്കണേ, അല്ല നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ? അന്നേരം അമ്മാവൻ പറയണേ, അത് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. ഈ വിവാഹം നടക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കരുത്. ഇത് കേട്ട് അവരെല്ലാവരും ഞെട്ടിപ്പോകുവാണ്.
അന്നേരം അമ്മ പറയണേ, നിങ്ങളെന്താ ഈ സമയത്തൊക്കെ ഇങ്ങനെയെന്ന് പറയുന്നത്? വിവാഹം നടക്കില്ലെന്നോ? അതിൻ്റെ കാരണം ചോദിക്കരുതെന്ന് പോലും. എന്ത് കാരണം കൊണ്ടാണ് വിവാഹം നടക്കാത്തത്? അത് ഞങ്ങൾക്കറിയണ്ടേ? അന്നേരം വേണു പറയണേ, അമ്മേ, ഇവൻ തന്നെയായിരിക്കും എൻ്റെ കാരണം, ഈ ഹരി. ഇവനെ ഞാൻ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് കണ്ടത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവനോട് ഞാൻ സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കല്യാണത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഇവൻ അപ്പത്തൊട്ട് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് എന്നെ കൊണ്ട് പിന്മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവനാണല്ലോ ഇവരുടെ കൃഷിയും മറ്റുമൊക്കെ നോക്കി നടത്തുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവൻ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് അമ്മാവനെയും കൂടി നിർബന്ധിച്ചു കാണും. അതായിരിക്കും അമ്മാവൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യേണ്ടായിരുന്നു ഹരി നീ. അന്നേരം അമ്മാവൻ പറഞ്ഞേ, ഹരിയെ കുറ്റം പറയരുത്, അവൻ്റെ ഭാഗത്തല്ല തെറ്റ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ കൈകൂപ്പി മാപ്പ് പറയുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുവാണ്. അന്നേരം വേണിൻ്റെ അമ്മ ചോദിക്കണേ, എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം വേണ്ടെന്ന് വെച്ചത്? അതിൻ്റെ കാരണം എന്താണ്? അത് ഞങ്ങൾക്കറിയണം. അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഈ സമയം എന്ത് പറയണം എന്നറിയാതെ ടെൻഷനോട് കൂടെ മുഖാമുഖം നോക്കി നിൽക്കുന്ന അമ്മാവനെയും ഹരിയെയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.